ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈസ്റ്ററൊക്കെ എല്ലാവരും നല്ലതായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം ഈസ്റ്ററിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ കുറച്ച് ഹാൻഡ് പിക്ക് സാരീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് വളരെ ചൂടുള്ള ഒരു ക്ലൈമറ്റ്, അതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടൺ മെറ്റീരിയലാണ് എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ഏറ്റവും സുഖമുള്ള മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന മൽ കോട്ടൺ എന്ന് പറഞ്ഞ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ഫെദർ ലൈറ്റ് ആയിട്ട് വരുന്നൊരു കോട്ടൺ പാറ്റേണിലുള്ള സാരീസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്യുവർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അലർജീസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നാച്ചുറൽ ഡൈസ് യൂസ് ചെയ്തിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ടുള്ള മൽക്കോട്ടൺ സാരീസ് ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സാരീസ് കാണാം. സാരീസ് പറയുന്ന കൂടെ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു നേവി ബ്ലൂ കളറിലെ സാരിയാണ്. ഇതിനകത്ത് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതേ സെയിം പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിന്റും കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രൈസ് വ്യത്യാസം വരും. ഡിജിറ്റൽ പ്രിന്റും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റും തമ്മിൽ. ഇത് നമ്മൾ 1099 എന്നുള്ളൊരു പ്രൈസ് ചാർട്ടിലാണ് ഈ ഒരു സാരി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ബിലോ 1000 റേഞ്ചിലൊക്കെ ഡിജിറ്റൽ പ്രിന്റ് ഉള്ള സാരീസ് കിട്ടും. പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള ഡൈസ് യൂസ് ചെയ്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വെയർ ആയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന കളക്ഷനാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത്. ഫുൾ ചെറിയ മോട്ടീവ്സോട് കൂടി രണ്ട് സൈഡിലും ബോർഡർ വരുന്നത് പോലെ ഈ ഒരു വൈറ്റ് ബ്ലൂ ഒരു റെഡിഷ് മെറൂൺ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് ഡിസൈൻസ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഫുൾ ബോഡിയിലും ചെറിയ മോട്ടീവ്സും രണ്ട് സൈഡിലും ചെറിയ ബോർഡറും വരുന്നത് പോലെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ഫാബ്രിക് ആണ്. മൽക്കോട്ടൺ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. എന്നാലും ഇത് പല ഗ്രേഡിലും, അതായത് പല ക്വാളിറ്റിയിലും മൽക്കോട്ടൺ അവൈലബിൾ ആവാറുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന ഫൈനസ്റ്റ് ക്വാളിറ്റിയിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതുപോലെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ആ ഒരു റെഡിനും കുറച്ചും കൂടെ ഹൈലൈറ്റ് കൊടുത്ത് ഒരു ചെക്ക് പാറ്റേൺ ഒക്കെ വന്നുകൊണ്ടാണ് ഇതിന് ഈ ഒരു പല്ലു പോർഷൻ വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലുവാണ്. അതുപോലെ ഈ സാരീസിലെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു സാരിയിൽ ഈ ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബ്ലൗസ് വരുന്നത്. നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൗസ് ഇടാനായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേവി ബ്ലൂ ബ്ലൗസ് വെച്ചോ റെഡ് ബ്ലൗസ് വെച്ചോ ഈവൻ ഈ ഗ്രേ ഷെയ്ഡൊക്കെ ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം. ഈ ഒരു ബ്ലൂ സാരി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് അക്കോബ ബ്ലൗസ് വെച്ച് പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഇത് 1099 എന്നുള്ള പ്രൈസ് ചാർട്ടിൽ നമുക്ക് വന്നിരിക്കുന്ന മൽക്കോട്ടൺ സാരിയാണ്. ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് നല്ല ഫ്ലോയി ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കാം. സ്റ്റാർച്ച് ചെയ്യാതെ തന്നെയാണെങ്കിലും നമുക്ക് നല്ല ഫ്ലോയി ആയിട്ട് കോട്ടൺ സാരി ഉപയോഗിക്കാം. അതായത് കുറച്ചും കൂടി ഈസി ആയിട്ട്, സാധാരണ കോട്ടൺ സാരി നമുക്ക് പശ മുക്കി അത് ഇത് ഉടുക്കാനും അയൺ ചെയ്യാനും ഒക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു സീസണിൽ ഉടുക്കാൻ പറ്റുന്ന കോട്ടൺ ടൈപ്പ് സാരിയാണ് മൽക്കോട്ടൺ സാരി. പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്കിലാണ്. ഒരു അജ്രക് മോഡൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതും ബോഡി പോർഷൻ, ഇതാണ് ഇങ്ങനെ ബോഡി പോർഷൻ വരുന്നത്. ബോഡി പോർഷനിൽ ഫുൾ ഇതുപോലത്തെ മോട്ടീവ്സ്, അജ്രക് മോട്ടീവ്സ് നമ്മൾ പൊതുവെ മൊഡാൽ സാരീസിലൊക്കെയാണ് ഈ ഒരു പ്രിന്റ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഇത് മൽക്കോട്ടണിൽ ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഓരോ പ്രിന്റും വന്നിരിക്കുന്നത്. ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ ഒരു എലഗൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതാണ് ഈ ഒരു സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ തന്നെ എല്ലാത്തിൻ്റെയും കൂടെ വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. റണ്ണിങ് ആയിട്ട് തന്നെയാണ് ബ്ലൗസ് കേട്ടോ. നമുക്ക് ചില സാരീസിലൊക്കെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് പീസസ് ആയിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റി സാരീസിലും ഇത് റണ്ണിങ് ആയിട്ട് തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് ഇതിന്റെ ബോഡി പോർഷൻ വരുന്നത് കേട്ടോ. ഫുൾ ബോഡിയും ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ ഇതിന് നല്ല വീതി നീളം ഒക്കെ ഉള്ള സാരി ആയിട്ട്, ഇച്ചിരി വണ്ണമുള്ളവർക്കും നീളമുള്ളവർക്കും ഒക്കെ പറ്റുന്നത് പോലെ 44 ഇഞ്ച് വീതിയും 5.5 മീറ്റർ നീളവും ഉള്ളതുപോലെ നല്ല നീളവും വീതിയുള്ള സാരികളാണ്. ചിലത് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് കുറയുമ്പോഴത്തേനും അതിന് നീളവും വീതിയും ഒക്കെ കുറയും. അതൊക്കെ ആരും ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ബഡ്ജറ്റ് മാത്രം നോക്കാതെ അതിനകത്തെ കാര്യം, അത് മീൻസ് അതിന്റെ ക്വാളിറ്റിയും അതുപോലെ അതിന്റെ നീളവും വീതിയും ബാക്കി കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് വേണം എപ്പോഴും നോക്കാനായിട്ട്. ഇതും നെക്സ്റ്റ് വരുന്നൊരു ഷെയ്ഡാണ്. ഇതൊരു പിങ്കിന്റെ ഒരു ഷെയ്ഡാട്ടോ. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മൽക്കോട്ടണിൽ അങ്ങനെ കാണാറില്ലാത്തൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. നമുക്ക് ഈ ഒരു ക്ലൈമറ്റിനൊക്കെ എല്ലാവർക്കും ഡാർക്ക് ഷെയ്ഡ്സിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അതുപോലെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് പ്രിഫർ ചെയ്യുന്നവർക്കും ഒക്കെ പറ്റുന്ന പോലത്തെയാണ്. ഇതും ബോഡി പോർഷനകത്ത് ചെറിയ മോട്ടീവ്സ് ആണ്. ബോർഡർ ലൈൻസ് ആണ് വരുന്നത്. ചെറിയ വെർട്ടിക്കൽ ലൈൻസ് വരുന്നത് പോലെയാണ് ബോർഡേഴ്സ് ചെയ്തിരിക്കുന്നത്. പല്ലു പോർഷനും ആ ഒരു ലൈൻ പാറ്റേണിലാണ് വരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ ലൈൻസ് ആണ് ഇതിന്റെ ആ ഒരു പല്ലു ഫുൾ വരുന്നത്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആട്ടോ. സെയിം കളർ ടോണിലാണ് ആ ഒരു ബ്ലാക്ക് ഈ ഒരു പ്രിന്റ് വരുന്നത് പോലെയാണ് ബ്ലൗസ് വരുന്നത്.
ഭയങ്കര കോൺട്രാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ബോഡിയുടെ കളർ തന്നെയാണ് ബ്ലൗസിന്റെ കളർ വന്നിരിക്കുന്നത്. പ്രിന്റിന് മാത്രമാണ് ഒരു കോൺട്രാസ്റ്റ് ലുക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. എല്ലാ സാരീസും 1099 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ കാണാറുള്ള മൽക്കോട്ടണിലല്ല കോട്ടണിലൊക്കെ ആണെങ്കിലും നേരത്തെ തൊട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. നല്ലൊരു ഗ്രീൻ ആട്ടോ, ഒരു ചെറുപയർ പച്ച, അങ്ങനെയൊക്കെ ഒലിവ് ഗ്രീൻ ഒക്കെ പറയുന്നത് പോലത്തെ ഒരു ഗ്രീൻ ആണ്. അതിനകത്ത് വൈറ്റും ഗ്രീനിൻ്റെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡൂടെ വരുന്നത് പോലെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ബോഡി പോർഷൻ ഇങ്ങനെ ഇരിക്കുന്നത് ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. ചെറിയ ചെറിയ പ്രിന്റ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആവും. കുറേ ആൾക്കാർക്കൊക്കെ വലിയ പ്രിന്റ്സിനേക്കാളും ഇഷ്ടം ചെറിയ പ്രിന്റുകളായിരിക്കും. അതുപോലെ ബോർഡറിലും ചെറിയ വർക്കുണ്ട്, ബോർഡർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പല്ലു വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഈ ഒരു സാരിയുടെ കൂടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഇൻഡിഗോ സാരീസ് ഒക്കെ പെയർ ചെയ്യുന്നത് പോലെ വൈറ്റ് അക്കോബ ബ്ലൗസ് ഒക്കെ ഇട്ട് പെയർ ചെയ്താൽ നല്ല ലുക്കുള്ള സാരീസ് ആണ്. യങ്സ്റ്റേഴ്സ് ഒക്കെ സാരി ഉടുക്കുമ്പോൾ അവർക്കൊക്കെ കൂടുതലും ഇഷ്ടം ഇതുപോലത്തെ മൽക്കോട്ടൺ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഈസി ടു ഡ്രൈപ്പ് ആയിട്ടുള്ള സാരീസ് ഉടുക്കാൻ. ഇതുണ്ട്, ഇതിനകത്തും ബ്ലൗസ് നല്ല അട്രാക്റ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബ്ലൗസ് വെച്ച് പെയർ ചെയ്താൽ തന്നെ ഈ സാരി നല്ല ഭംഗിയിൽ ഉടുക്കാൻ പറ്റും. നല്ല ഫംഗ്ഷൻസിന് പോലും മൽക്കോട്ടൺ സാരീസ് സ്റ്റൈലിഷ് ആയിട്ട് പെയർ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പെയർ ചെയ്യാനായിട്ടും നല്ലൊരു കളർ കോമ്പിനേഷനായി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡാട്ടോ. ഇതും ഒരു മാംഗോ ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ആ പിങ്കിലും ഒരു മാംഗോ ഡിസൈൻ ആയിരുന്നു, ഇതിലും ഒരു മാംഗോ ഡിസൈനാണ് വരുന്നത്. ബോഡി പോർഷൻ ഫുള്ളായിട്ടും ഇതുപോലത്തെ ആ ഒരു മാംഗോ ഡിസൈൻ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ബോർഡേഴ്സും ഡിഫൈൻ ചെയ്ത് ബോർഡറിലും ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടോ ബോഡി പോർഷൻ വരുന്നത്. എല്ലാത്തിൻ്റെയും റേറ്റ് സെയിം തന്നെയാട്ടോ, 1099 ആണ് എല്ലാ സാരീസിൻ്റെയും റേറ്റ് വരുന്നത്. ഷിപ്പിംഗ് ചാർജ് നമുക്ക് അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. ഓരോ സ്ഥലം അനുസരിച്ച്, ഡിസ്റ്റൻസ് അനുസരിച്ച്. കേരളത്തിനുള്ളിൽ 60 റുപ്പീസ് വരും, എല്ലായിടത്തും തന്നെ 60 റുപ്പീസാണ് കേരളത്തിനുള്ളിൽ വരുന്നത്. പുറത്തോട്ട് വരുമ്പോഴത്തേനും ഓരോ സ്റ്റേറ്റ് അനുസരിച്ച്, അതായത് നമുക്ക് ദൂരം അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത്. പിന്നെ ഒന്നിൽ കൂടുതൽ സാരി ആകുമ്പോൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഷിപ്പിംഗ് ചാർജിലും അഡീഷണൽ ആയിട്ട് ആ ഒരു വെയിറ്റ് അനുസരിച്ചുള്ള ഇൻക്രീസ് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതിനകത്തും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്, എല്ലാത്തിനകത്തും ബ്ലൗസ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. പിന്നെ ഈ ഒരു ബ്ലൗസ് പീസിനൊരു ഇതുണ്ട്, നമുക്ക് ഈ സാരിയുടെ കൂടെ വേണ്ട വേറെ നമ്മുടെ കയ്യിലുള്ള സാരീസിനൂടെ ഒക്കെ വേണമെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല കോട്ടൺ, ഈ പറഞ്ഞ പോലെ മൽക്കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയുള്ള ബ്ലൗസാണ്. അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വേറെ സാരീസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ സാരിയുടെ കൂടെ ഈ ഒരു ബ്ലൗസ് പെയർ ചെയ്യാനായിട്ട് താല്പര്യം ഇല്ലേ പോലും ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് സാരിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനായിട്ട് കോൺട്രാസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന പോലത്തെ സാരികളൊക്കെ ആയിട്ട് പ്ലെയിൻ ബ്ലാക്കോ അല്ലെങ്കിൽ വേറെ പ്രിന്റഡ് ആയിട്ടുള്ള സാരീസിൻ്റെ ഒക്കെ കൂടെ പെയർ ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഒരു ഗുണം ഈ ബ്ലൗസ് പീസിനുണ്ട്. നമുക്ക് ഈ സാരിയുടെ വേണമെന്നില്ല, നമുക്ക് ആ ബ്ലൗസ് പീസ് വേറെ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന നല്ലൊരു ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഡിഫറെൻറ്റ് പ്രിന്റ് ഉള്ള ഒരു സാരിയാണ്. ഇതൊരു ടീൽ ബ്ലൂ കളർ എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു ഷെയ്ഡ് സാരിയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ ബോഡി പോർഷൻ വരുന്നത്. ഒരു കൈയുടെ പടം ഇങ്ങനെ മോട്ടീവ്സ് ആയിട്ട് ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് ഒരു ടെമ്പിൾ ഡിസൈൻ ഇതിൻ്റെ 2 സൈഡിലും ബോർഡേഴ്സിൽ വരുന്നുണ്ട്. ഇത് ഞാൻ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. കൈ വെർട്ടിക്കൽ മീൻസ് കൈ മുകളിലോട്ട് വരുന്ന പോലെയാണ് നമ്മൾ ഉടുത്ത് വരുമ്പം ഡിസൈൻ വരുന്നത്. ഞാൻ തിരിച്ച് പിടിച്ചിരിക്കുന്നതുകൊണ്ട് ആ കൈയുടെ പോർഷൻ താഴോട്ട് വരുന്നത്. മിക്ക സാരീസും ഞാൻ പിടിച്ചിരിക്കുന്നത് തിരിച്ചാണ്, കാരണം എനിക്ക് വശമുള്ള രീതിയിൽ പിടിക്കും, അത് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കാണിക്കുന്നത്. കൂടുതലും ഇങ്ങനത്തെ പ്രിന്റുകളൊക്കെ വരുമ്പോഴേ ആ ഒരു ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് വരത്തുള്ളൂ. ബാക്കി പ്രിന്റുകളൊക്കെ എല്ലാം 2 ഡയറക്ഷനിൽ പിടിച്ചാലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിനകത്തെ പല്ലു ആയിട്ട് ഹൈലൈറ്റ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു ഇത് കണ്ടോ. ഇങ്ങനെ ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഇതുപോലത്തെ സാരീസ് വാങ്ങിച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് സൽവാർസ് ആക്കാറുണ്ട്. അതുപോലെ ഈ കുർത്തീസ്, ഈ ഫ്രോക്ക് കുർത്തിയൊക്കെ ഇല്ലേ, അതുപോലെ സ്റ്റിച്ച് ചെയ്യാനും ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു റേറ്റിൽ 5.5 മീറ്റർ സാരി വിത്ത് 1 മീറ്റർ ബ്ലൗസ് കൂടെ കിട്ടും. അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്കേർട്ട് ആണെങ്കിലും അതുപോലെ കുർത്തീസ് ആണെങ്കിലും പ്ലീറ്റഡ് കുർത്തീസ് ആണെങ്കിലും ഒക്കെ ചെയ്ത് നമുക്ക് നല്ല ഒതുങ്ങി കിടക്കുന്ന നല്ല ഈ ക്ലൈമറ്റിന് ചേരുന്ന പോലെ ചെയ്യുന്നത് സാരിയായിട്ട് തന്നെ ഉടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല ടോപ്പായിട്ടും അത് താഴെയുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങനെയും പെയർ ചെയ്യാം. ഇത് സാരി അല്ലാതെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. ഇത് കണ്ടോ, വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷന് വരുന്ന പോലെ ഒരു ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന വീണ്ടും ഒരു മെറൂൺ ഷെയ്ഡ് സാരിയാണ്.
മെറൂൺ ഒക്കെ നമുക്ക് ഒത്തിരി കോമൺ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണെങ്കിൽ പോലും ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടും പ്രിന്റ് ആണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകളൊക്കെയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ബ്ലൂവും വൈറ്റും ഒക്കെ കൂടെ മിക്സ് ചെയ്തുള്ള ഒരു പ്രിന്റും, ബോർഡർ ആണെങ്കിൽ കുറച്ചൊരു ജോമെട്രിക്കൽ ഒരു ഡിസൈൻ വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ഈ ഒരു ബോർഡർ വന്നിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തത് കൊണ്ട് തന്നെ ഈ നമ്മൾ ഫസ്റ്റ് വാഷ് എപ്പോഴും ഒന്നെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ ചെയ്യുക. ഡ്രൈ ക്ലീൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ പറഞ്ഞ ഡ്രൈ ക്ലീനിങ്ങിനൊക്കെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കളർ ഗാർഡ് എന്നൊരു ലിക്വിഡ് വാങ്ങിക്കാൻ കിട്ടും. ഒരു ചെറിയ ബോട്ടിലിന് 100 rupees 120 rupees ഒക്കെ മാക്സിമം വരത്തുള്ളൂ. അത് നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഫസ്റ്റ് വാഷ് ആ ഒരു കളർ ഗാർഡ് യൂസ് ചെയ്ത് വാഷ് ചെയ്യുവാണെങ്കിൽ ഡ്രസ്സിന്റെ കളറൊക്കെ പോകാതിരിക്കുകയും നമുക്ക് കൂടുതൽ അതിനൊരു ലൈഫ് കിട്ടുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാരീസ് ഒക്കെ പ്രത്യേകിച്ച് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ചെയ്യുന്ന ആ ഒരു ഇങ്ക് നമുക്ക് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ കളർ ഗാർഡ് യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതാണ് അപ്പം ഇതിന്റെ ബോഡി പോർഷൻ. പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ബോർഡർ സെന്ററിൽ കൂടെ വന്നുകൊണ്ട് രണ്ട് സൈഡിലും ഒരു ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ വരുന്നത് പോലെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ടാണ്, നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് വന്നിരിക്കുന്നത്. പോൾക്കാ ഡോട്ട് വരുന്ന ഒരു പാറ്റേണിലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ സാരിയുടെ കൂടെ ഈ ബ്ലൗസ് പെയർ ചെയ്യണമെന്നില്ല. പക്ഷേ നമുക്ക് നല്ല ഒരു ബ്ലൂ ഷെയ്ഡുള്ള സാരീസിൻ്റെ കൂടെയൊക്കെ അല്ല ഇൻഡിഗോ സാരീസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ബ്ലൗസ് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. അല്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ബ്ലൗസ് തയ്പ്പിക്കണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു 1 മീറ്റർ ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചെറിയ ക്രോപ്പ് ടോപ്സ് ഒക്കെ ആണെങ്കിലും ഈ ഒരു ഇത് വെച്ചിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചെറിയ ക്ലോത്ത്സ് ഒക്കെ വെച്ച് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്താണെങ്കിലും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാം. ഞാൻ നല്ല കോട്ടൺ ഫാബ്രിക്കാണ്, നമുക്ക് വർത്തായിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ കളർ കോമ്പിനേഷനിൽ കിട്ടുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് റെഡ് കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ്. ഇതിനകത്ത് ബോർഡർ ഡിഫൈൻ ചെയ്യാതെ ഫുൾ ബോഡിയിലും ഒരേപോലെ പ്രിന്റ് വരുന്നൊരു സാരിയാണ്. നമ്മൾ ഇത്രയും കാണിച്ച സാരീസ് എല്ലാം ഈ ഒരു ബോർഡർ ഡിഫൈൻ ചെയ്ത് രണ്ട് സൈഡിലും ബോർഡർ വരുന്നൊരു പാറ്റേണിലുള്ളതായിരുന്നു. ഈ സാരിയിൽ അങ്ങനെ ബോർഡർ ഇല്ല. ഫുൾ സാരി ബോഡി പോർഷനും ഒരേപോലെ ഇങ്ങനെ ട്രയാങ്കിൾസ് വരുന്നൊരു പാറ്റേണിലാണ് ഇതിനകത്ത് സാരി വന്നിരിക്കുന്നത്. കണ്ടോ, അത് സെപ്പറേറ്റ് ചെയ്ത് ബോർഡേഴ്സ് വരുന്നില്ല. ബോഡി പോർഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് ബോർഡറിൻ്റെ എൻഡിലൂടെ വരുന്നൊരു പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത്. നല്ല കളർ കോമ്പിനേഷൻ വരുന്ന വലിയ പ്രിന്റുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ലൈൻസും അതിന്റെ സെൻട്രൽ പോർഷനിലൂടെ ഒരു ട്രയാങ്കിൾ പാറ്റേണും വരുന്നത് പോലെയാണ് ഇതിനകത്ത് പല്ലു വരുന്നത്. അതുപോലെ ഇതിനകത്തും കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ ഒരു പോൾക്കാ ഡോട്ട് പാറ്റേണിലാണ്. കളർ കോമ്പിനേഷൻ ഇപ്പോൾ നമ്മൾ വൈറ്റ് റെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ആ ഒരു പോൾക്കാ ഡോട്ട് പാറ്റേണിലാണ് ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് സാരീസ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു പോകുന്നത്. നമ്മൾ ഒത്തിരി വീഡിയോ ആക്കി ലെങ്തി ആക്കേണ്ട, നമ്മുടെ കയ്യിലുള്ള കളക്ഷൻസ് പെട്ടെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ പുതിയ കളക്ഷൻസ് നമുക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുവേ. മൽക്കോട്ടനൊക്കെ നമുക്കിപ്പം, അതുപോലെ നമ്മുടെ പ്രിന്റഡ് കോട്ട ഒക്കെ നമുക്കിപ്പോൾ നല്ല ഡിമാൻഡുള്ള കളക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സീസണിലേക്ക് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവൈലബിൾ ആവുന്ന കളക്ഷൻസ് അന്നേരം കാണിച്ചു പോകുന്നതാണ്. ഇതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈറ്റ് ബോഡി വന്നിട്ട് അതിൽ ഒരു ലീഫ് പാറ്റേൺ ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നത് പോലെ ലീഫ് പാറ്റേൺ ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. വൈൻ ഷെയ്ഡിലുള്ള കോൺട്രാസ്റ്റ് പ്ലെയിൻ ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. നല്ല നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സ് വേണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഈ ഷെയ്ഡ് ഇതുപോലെ ഇങ്ങനെ ഒരു പാറ്റേണിൽ വരുന്നത് പോലെയാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത്. ലൈൻസ് വരുന്നത് പോലെ ആ ഒരു ബോർഡർ ലൈനും ബോർഡറിൽ കൊടുത്തിരിക്കുന്ന ആ പർപ്പിളും ആ ഒരു ബ്ലൂവും കൂടെ ഉള്ളൊരു ലൈൻ പാറ്റേണിലാണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. കളർ കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ആ ഒരു പ്രിന്റ് ഡിഫറെൻ്റ് ആക്കി വന്നുകൊണ്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു ബ്ലൗസ് വരുന്നത്. ഓരോ ഷെയ്ഡും നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സിലേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച ആ മെറൂണിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. നമ്മൾ മെറൂണിൽ കാണിച്ചൊരു ജോമെട്രിക്കൽ പാറ്റേൺ ഉണ്ടായിരുന്ന ആ സാരിയുടെ ഒരു കളർ ചേഞ്ച് ആണ്. ഒരു ഗ്രേയിൽ ആ ഒരു പാറ്റേൺ വന്നിരിക്കുകയാണ്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. റെയർ ഷെയ്ഡ്സും റെയർ കളർ കോമ്പിനേഷൻസും വരുന്ന ഒരു സാരിയാണ്. ഗ്രേയിൽ ആ ഒരു മെറൂണും റെഡും ഒരു പെയിൽ ആയിട്ടുള്ള യെല്ലോയും ഒക്കെ വന്നിട്ടുള്ളൊരു കളർ ഷെയ്ഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാണിക്കുന്ന സാരീസ് എല്ലാം തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സേ ഉണ്ടാവുള്ളൂ. ഒരേ പ്രിന്റും ഒരേ കളർ കോമ്പിനേഷനും വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനും ഇതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. പക്ഷേ സെയിം കളർ ടോണിൽ ചിലപ്പം ഒത്തിരി നമ്പേഴ്സ് കാണത്തില്ല, 4-5 ഒക്കെ ഷെയ്ഡ്സേ കാണത്തില്ല. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസ്പാച്ച് ചെയ്യുന്നതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോഡി പോർഷൻ. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ സാരിയുടെ അതേ പാറ്റേൺ തന്നെയാണ്, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിനകത്ത് പല്ലു വരുന്നത്. അതുപോലെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു വൈറ്റിൽ ആ ഒരു പോൾക്കാ ഡോട്ട് പാറ്റേൺ വരുന്നത് പോലെയാണ് ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഇൻഡിഗോ ഷെയ്ഡിലുള്ള സാരിയാണ്. ഇങ്ങനെയാണ് ഈ സാരിയുടെ വൺ സൈഡ് ബോർഡർ വരുന്ന പോലെ, വീതിയുള്ള വൺ സൈഡ് ബോർഡർ വരുന്ന പോലത്തെ ഒരു സാരിയാണ്. നമ്മൾ ഉടുക്കുന്ന ഭാഗത്ത്, അതായത് നമ്മൾ ഉള്ളിലെ ചെസ്റ്റ് പോർഷന്റെ ഭാഗം ഇങ്ങനെ വരും. ബോട്ടം പോർഷനിൽ ഇതുപോലെ വീതിക്ക് 2 വലിയ ബോർഡറും അതിൻ്റെ നടുക്കൂടെ ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള ഡിസൈനും വരുന്നത് പോലത്തെ ഒരു സാരിയാണ്. ഏകദേശം ഒരു ഹാഫ് പോർഷനോളം വരുന്നത് പോലെ വലിയതായിട്ടാണ് ബോർഡർ വരുന്നത്. മുകളിൽ അതുകൊണ്ട് തന്നെ ബോർഡർ ഇല്ല. ഇതും ഫുൾ ആയിട്ടുള്ള ജോമെട്രിക് പാറ്റേണിലുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഇൻഡിഗോ കളർ സാരി വൈറ്റ് കളർ ബ്ലൗസും ഒക്കെ ചെയ്ത് പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുകൊണ്ട് ഇതുപോലത്തെ വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വരുന്ന പോലെയാണ് ഇതിനകത്ത് പല്ലു വരുന്നത്. ടോട്ടലായിട്ടൊരു ജോമെട്രിക്കൽ പാറ്റേണിൽ വരുന്നൊരു സാരിയാണ്. ഇതിനകത്ത് കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മുടെ ചുങ്കിടി പാറ്റേൺ വരുന്നത് പോലത്തെ ഒരു നല്ല ഭംഗിയുള്ളൊരു ബ്ലൗസ് അതിനകത്ത് പെയർ ചെയ്തേക്കുന്നുണ്ട്. എക്സാക്റ്റ് ആ ഒരു ഇൻഡിഗോ ബ്ലൗസ് അല്ല, കുറച്ചും കൂടെ ലൈറ്റർ ബ്ലൂ ഷെയ്ഡിലാണ് ബ്ലൗസ്. അതിനകത്ത് ആ ഒരു ചുങ്കിടി പാറ്റേണിൽ വരുന്നത് പോലത്തെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ബ്ലൗസിൽ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലൗസാണ്. സാരീനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല കളർ ഷെയ്ഡ്സ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയും സാരീസ് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇത് കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇത്രയും സാരീസ് ഒരുമിച്ച് കാണിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും കാണിച്ചതിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കൂടുതലായിട്ട് സാരിയുടെ ഓപ്പൺ വീഡിയോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിലും നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഒരുപാട് സാരീസ് കാണിച്ചത് കൊണ്ട് തന്നെ ഒത്തിരി ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ എന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. പുതിയ സാരീസ് ഒക്കെ കാണാനായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.